തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം കളക്ടറേറ്റിലെ ബോംബ് ഭീഷണിക്ക് പിന്നാലെ പരിശോധനയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ തേനീച്ചയുടെ ആക്രമണം. ജീവനക്കാരെ ഒഴിപ്പിച്ച് പരിശോധന നടത്തുന്നതിനിടെയാണ് ഇവർക്ക് തേനീച്ച കുത്തേറ്റത്. 10ഓളം പേർക്ക് പരിക്കുണ്ട്. കളക്ടറുടെ ഇമെയിലാണ് ബോംബ് ഭീഷണി വന്നത്. അഷിൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് അഷിൻ ഡിയാഗോ. ബോംബ് തപ്പുന്നതിനിടയിൽ തേനീച്ചക്കൂട്ടവും ഇളകി വരികയായിരുന്നു. സുജി, അതുതന്നെയാണ് ഈ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ആകെ മൊത്തത്തിൽ ഇപ്പോൾ ഈ തേനീച്ചയുടെ ഒരു ശല്യമാണ്. കാരണം പല ഭാഗങ്ങളിൽ നിന്നായി ഇളകി ഒന്നിച്ചാണ് ഈ തേനീച്ചക്കൂട്ടം ഇവിടെ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പാണ്, 2 മണിക്കൂറോളം അടുപ്പിച്ചാകുന്നു ഈ തേനീച്ചക്കൂട്ടം ഇളകി ഇവിടെ വലിയ രീതിയിൽ ആക്രമണം, ഈ ആളുകളെയൊക്കെ കുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നത്. നമ്മളിപ്പോഴുള്ളത് ഈ കളക്ടറേറ്റിൻ്റെ അകത്താണ്. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ്. വാതിലെല്ലാം അടച്ച് ഒരു തേനീച്ച പോലും അകത്തേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടുള്ളത്. കാരണം നേരത്തെ ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ ആ തേനീച്ച വലിയ രീതിയിൽ ആക്രമിച്ചിരുന്നു. ഏതാണ്ട് 15ഓളം പേർക്കാണ് കുത്തേറ്റത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ 7 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ബാക്കിയുള്ളവരെ ഇവിടെ അടുത്ത് തന്നെയുള്ള പേരൂർക്കട ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. ഇതിൽ 3 പേർക്ക് തുടർച്ചയായി പലതവണ കുത്തേറ്റിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്കടക്കം തേനീച്ചയുടെ കുത്തേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ബോംബ് ഭീഷണിയാണ്. ബോംബ് ഭീഷണി കളക്ടറുടെ മേലിലേക്കാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം എത്തിയത്. അതിന് പിന്നാലെ ഇവിടെ ഒരു പരിശോധന നടക്കുന്നു. ഈ പരിശോധനയ്ക്കിടയിലാണ് ഈ ഭാഗത്ത് തന്നെയുള്ളായിരുന്ന ബോംബ് തപ്പിയിറങ്ങിയപ്പോൾ തേനീച്ചയുടെ കുത്തേറ്റത് മിച്ചം. ബോംബ് ഭീഷണി അപ്പോൾ വ്യാജമാണോ? സുജിയ, നിലവിലിപ്പോൾ കളക്ടറേറ്റിൽ നിന്ന് സംശയാസ്പദമായ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ബോംബ് സ്ക്വാഡ് പരിശോധന പൂർത്തിയാക്കി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പോലീസ് നായയുടെ അടക്കം സഹായത്തോടു കൂടി വലിയ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ ജീവനക്കാരെ മുഴുവൻ താഴേക്ക് ഒഴിപ്പിച്ചതും. ഇതിനിടയിലാണ് ഈ പരിശോധന നടക്കുന്നതിനിടയിലാണ് ഈ കൂട്ടത്തോടെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ സമയം ഇവിടെ ഉണ്ടായിരുന്ന ഞങ്ങൾ ഊണ് കഴിച്ചിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആദ്യം ഈ ബോംബ് ഭീഷണിയായിട്ട് വന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു തേനീച്ചയുടെ. ഞങ്ങൾ പിന്നെ എല്ലാവരും അങ്ങ് താഴെ വരെ ഓടി, ബസ് സ്റ്റോപ്പ് വരെ ഓടിക്കാനാണ് ഇതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത സ്വയരക്ഷ വേണ്ടേ. അങ്ങനെ ഞങ്ങൾ വന്നിട്ട് പിന്നെ ബാഗൊക്കെ പോയി ഓഫീസിൽ നിന്ന് എടുത്തിട്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. ശരിക്കും ഇങ്ങനെ തേനീച്ച കൂടുകളുണ്ട് കളക്ടറേറ്റ് ചുറ്റും? തേനീച്ച കൂടുണ്ട്, ഉണ്ട്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു? ഇല്ല, ഇതുവരെ ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെയൊന്നും കേട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് നമുക്ക് കളക്ടറേറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം. നിങ്ങളിങ്ങനെ പരാതിപ്പെട്ടതാണോ ഈ തേനീച്ച കൂടൊക്കെ ഒഴിവാക്കണം അല്ലെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടാക്കണം? കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങൾ വന്നതിന് ശേഷം നമ്മൾ അതിന്റെ ഒന്നും അറിയത്തില്ല. പക്ഷേ എന്തായാലും അവിടുത്തെ ബോംബില്ല. ഇനിയിപ്പോൾ ആ തേനീച്ച കൂടും കൂടി ഒന്ന് ഇളക്കി മാറ്റിയാൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും. അവിടെ ചുറ്റുവട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും തേനീച്ച കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ 10 പേരെ തേനീച്ച കുത്തിയ പശ്ചാത്തലത്തിൽ കളക്ടർ ഈ തേനീച്ച വിഷയത്തിൽ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.